ഗുഡ് ഈവനിങ്, നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന NCV കേരള വിഷൻ നാട്ടുപോരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് പൊന്നാനിയുടെ മനസ്സ്? പൊന്നാനി നമുക്കറിയാം, 4 പ്രാവശ്യമായിട്ട് 4 തവണ ഇപ്പോൾ LDF തുടർന്ന് ഇവിടെ നിന്ന് LDFിൻ്റെ പ്രതിനിധിയാണ് നിയമസഭയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ LDFിനെയും UDFിനെയും നിയമസഭയിൽ എത്തിച്ച ഒരു മണ്ഡലമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു മനസ്സ്? നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുവരെ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലുണ്ടാകുമോ, അതോ ഇത്തവണ അവിടെ UDF ഭരണം പിടിച്ചെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ സമയത്ത് ജനമനസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവിടെ സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിയാസ് പഴഞ്ഞി, CPM ഏരിയ കമ്മിറ്റി മെമ്പറാണ്. സ്വാഗതം. UDFിനെ പ്രതിനിധീകരിച്ച് ഷമീർ ഇടിയാട്ടിൽ, IUML ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് പൊന്നാനി നിയോജക മണ്ഡലം. NDA പ്രതിനിധീകരിച്ചുകൊണ്ട് NDAയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് KK സുരേന്ദ്രൻ, BJP സംസ്ഥാന സമിതി അംഗമാണ്. 3 പേരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരെയും ഒപ്പം പ്രേക്ഷകരെയും നമുക്ക് ആദ്യമായി ചോദിക്കാം. ഇവിടെ ആവശ്യത്തിലാണ് നമ്മൾ കേരളത്തിലാകെ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രചാരണങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഈ പ്രചാരണം ഏകദേശം നാളത്തോടുകൂടി തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ഇപ്പോൾ LDFിൻ്റെ പ്രചരണത്തിൽ എന്താണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഒരു ഗ്രൗണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ പൾസ് എന്താണ്? പിടിച്ചെടുക്കോ അല്ല വീണ്ടും ഇവിടെ നിങ്ങൾ തന്നെ ഭരണം നിലനിർത്തുമോ തുടങ്ങിയ നിങ്ങളുടെ ഒരു പൾസ് എന്താണെന്ന് പറയൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കിയ ജനകീയ ഭരണത്തിൻ്റെ നന്മകളും കഴിഞ്ഞ 20 വർഷക്കാലം പൊന്നാനിയിൽ നിന്ന് തുടർച്ചയായി പൊന്നാനിക്കാർ വിശ്വാസമർപ്പിച്ച് തിരഞ്ഞെടുത്തു പോയ ജനപ്രതിനിധികളുടെ അവർ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള വികസന വിപ്ലവത്തിൻ്റെ അധ്യായങ്ങളും അതോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ സമര പോരാട്ടത്തിൻ്റെ ഭൂമികയായിട്ടുള്ള ഈ പൊന്നാനിയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനകീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും പൊന്നാനിക്കാർ വളരെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അതിനു മുകളിൽ പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതപര്യന്തമായ നമ്മുടെ അനുഭവങ്ങൾക്കൊന്നും പരിചിതമല്ലാത്ത പണക്കൊഴുപ്പിൻ്റെയും നുണക്കൊഴുപ്പിൻ്റെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാക്കി UDF തന്നെ മാറ്റുന്ന സന്ദർഭം തീർച്ചയായും പൊന്നാനിയിലെ സാമാന്യ ജനങ്ങൾ ഗൗരവതരമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ 20 വർഷക്കാലം പൊന്നാനിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട LDFിൻ്റെ ജനപ്രതിനിധികൾ ആധുനിക പൊന്നാനിയുടെ മണ്ണിൽ സൃഷ്ടിച്ചിട്ടുള്ള സിഗ്നേച്ചർ വികസന സ്തംഭങ്ങൾ, അത് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയാലും BM റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയാലും സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ പൊന്നാനിയിൽ സ്ഥാപിച്ചതായാലും മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ പൊന്നാനിയിൽ സ്ഥാപിച്ചതായാലും എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന വിപ്ലവങ്ങൾക്ക് ഈ 20 വർഷക്കാലം നേതൃത്വം കൊടുത്തു എന്നുള്ള നന്മകളുടെ അനുഭവങ്ങളുടെ പുറത്ത് പൊന്നാനി LDFിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. വലിയ ഭൂരിപക്ഷത്തിൽ ഈ അജയ്യത ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. എന്താണ് UDFിൻ്റെ ഒരു അനുഭവം? പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലെ ഒരു പട്ടണമാണ്. പണ്ട് കാലം മുതലേ, പൗരാണിക കാലം മുതൽ നമ്മൾ വളരെ ലോകശ്രദ്ധ ആർജിച്ച ഒരു പട്ടണമാണ് പൊന്നാനി. പക്ഷേ കഴിഞ്ഞ 20 വർഷക്കാലത്തെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ 20 വർഷക്കാലം കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി പോലും പൊന്നാനിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 20 വർഷക്കാലത്തെ കഥ പറയുമ്പോൾ അതിൽ 15 വർഷവും കേരളം ഭരിച്ചത് ഇടതുമുന്നണിയാണ്. ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആ കാലയളവിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ അവസാനമായി കേരളത്തിൽ പൊന്നാനിയെ പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷത്തിൽ അത്രയധികം സ്വാധീനമുള്ള അവരുടെ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ ഇതൊക്കെ ആയിട്ടും പൊന്നാനിക്ക് മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായ വികസനത്തിൻ്റെ ഒരു 1/4 വികസനം പോലും ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തീരദേശത്തിൻ്റെ വിഷയങ്ങൾ എടുക്കാം. കടൽഭിത്തി ഉൾപ്പെടെ തീരദേശ നിവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ടതാണ് കഴിഞ്ഞ മഴക്കാലത്ത് തീരദേശത്തേക്ക് പോയ MLA അടക്കം
നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ്. ഇപ്പോൾ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളെടുത്താൽ കോൾനിലങ്ങൾക്ക് ഏറെ പ്രസിദ്ധമായ ഒരുപാട് കോൾനിലങ്ങളുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി. ആ കോൾനിലങ്ങളുടെ കർഷകർ തീരാ ദുരിതത്തിലാണ്. അവരുടെ നെല്ല് സംഭരിക്കുന്നതിനുള്ള പണം കൃത്യമായി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. പകരം അത് ചെയ്യുന്നത് ലോൺ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന്. ആ ലോണ് തിരിച്ചടക്കാൻ കൃത്യമായി പണം കൊടുക്കാതെ അവരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളിലും ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന 4 തവണയുണ്ടായിരുന്ന MLA-മാരും സ്വീകരിച്ച ആ നടപടികളുടെ പ്രതിഫലനം അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, നമുക്ക് കൂടുതൽ വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് LDF അവകാശപ്പെടുന്നു. എന്നാൽ അത്രയൊന്നും ഒരു കാര്യമായ ഒരു വികസനമൊന്നും നടന്നിട്ടില്ല എന്ന് താങ്കളും പറയുന്നു. എന്താണ് ഇവിടെ വല്ല മാറ്റം മാറാത്തതായി എന്താണ് ഇവിടെയുള്ളത്? ഇനി വല്ല മാറ്റാനുണ്ടോ വികസനം? നമ്മുടെ 57 മുതൽ നമുക്ക് പൊന്നാനി മണ്ഡലമുണ്ട്. ഇവിടെ നിരവധി MLA-മാർ ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. E.T. കുഞ്ഞം മുതൽ ഇപ്പോൾ നമുക്ക് തിരൂർ നിവാസിയാണെങ്കിലും ഇവിടെ താമസമാക്കിയ നന്ദേട്ടൻ വരെയുള്ള. അപ്പോൾ ഇത്രയും കാലം പരിശോധിച്ചാൽ നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലെ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് പ്രത്യക്ഷമായി ചൂണ്ടിക്കാണിക്കാൻ? ഇപ്പോൾ നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ ഒന്ന് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ച് നമ്മുടെ ഭാവി തലമുറയെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ ഒരു സാമ്പത്തിക ഭദ്രത, തൊഴിൽ ഭദ്രത ഒക്കെ എടുക്കുക എന്നതാണ്. നമുക്ക് നാളിതുവരെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമുണ്ട്, ഒരു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമ്മുടെ മണ്ഡലത്തിലില്ല. ഒരു പ്രൊഫഷണൽ കോളേജ് നമ്മുടെ മണ്ഡലത്തിലില്ല. എന്തിനധികം പത്താം ക്ലാസ് പാസ്സായവർക്ക് +1 പ്രവേശനം പോലും ലഭ്യമാകാൻ സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിയുന്നില്ല. വിദ്യാഭ്യാസ മേഖല, നമ്മുടെ തൊഴിൽ മേഖല, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് തൊഴിൽ ലഭ്യമാകുന്ന ഒരു മേഖലയുള്ളത്. ഈ മത്സ്യത്തൊഴിലാളി മേഖല നമുക്ക് ഓരോ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസ മേഖല. ഞാൻ പറഞ്ഞു ഇത് വികസനം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ വികസനം, അതായത് പ്രധാനപ്പെട്ട ഒരു 12 കിലോമീറ്റർ അധികം തീരദേശം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശമാണ്. ആയിരക്കണക്കിന് ആളുകൾ മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആ മേഖല നമ്മൾ സ്പർശിക്കാതെ പോകാൻ പാടില്ല. മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രശ്നം ഇപ്പോൾ മത്സ്യത്തൊഴിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ചത്, അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണം നടത്തിയത് അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു. പുനർഗേഹം പദ്ധതി അവർക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, റേഷൻ കാർഡ് പോലും ലഭ്യമല്ലാത്ത സാഹചര്യം. നമ്മുടെ ഫിഷിംഗ് ഹാർബർ, ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ സ്ഥിതി എന്താ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലേ? കടൽ ഭിത്തി കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ? എന്തുകൊണ്ട് ഈ പദ്ധതി മാത്രമല്ല ഇതിൽ വലിയ അഴിമതി നടക്കുന്നു. നമുക്ക് ചോദിക്കാം. വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു. ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു വികസന പാക്കേജ്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള. നമുക്ക് ഇവിടുന്ന് ശരിക്ക് ജലഗതാഗതം, ഈ ജലഗതാഗതം വഴി ടൂറിസ്റ്റുകളെ വല്ലാതെ ആകർഷിക്കപ്പെടുന്നതാണ്. നമുക്ക് ലക്ഷദ്വീപിലേക്ക് കപ്പൽ യാത്ര നടത്താം, പദ്ധതി ആവിഷ്കരിക്കാം. ഇപ്പൊ നമ്മൾ കപ്പൽ ശാല വരും എന്ന് പറയുന്നു. ഇതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കും എന്നതാണ് യാഥാർത്ഥ്യം. സർവ്വമേഖലയിലും വേണ്ടത്ര വികസനം വന്നിട്ടില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല, അതുപോലെ ടൂറിസം, അത് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണല്ലോ. അപ്പോൾ ടൂറിസം ഒക്കെ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഈ 40 വർഷം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും ഈ രണ്ടുപേരും ഒരുമിച്ച് എതിർത്ത് പറയുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ളൊരു സമയം താങ്കൾ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. പൊന്നാനിയിൽ കഴിഞ്ഞ 20 വർഷക്കാലം വികസനങ്ങളൊന്നും നടന്നില്ല എന്നാണ് UDF-ൻ്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും NDA-യുടെ പ്രതിനിധിയും ഒരുമിച്ച് ചേർന്ന് പറയുന്നത്. എങ്ങനെയാണ് പൊന്നാനിക്കാർ തുടർച്ചയായി 4 തവണ ഇടതുപക്ഷത്തിൻ്റെ MLA-മാർക്ക് വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ
തെരഞ്ഞെടുപ്പിൽ വിജയം നൽകുന്നത് എന്നുള്ളതാണ് ഇവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ മറുപടി. പൊന്നാനിയുടെ തീരദേശത്തെ പറ്റിയാണ് ബഹുമാനായിട്ടുള്ള ഷമീർ ഇടിയാട്ടിൽ ഇവിടെ പറഞ്ഞത്. 2002 കടൽഭിത്തി എന്നും പറഞ്ഞ് 4 പാടും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2002 മാത്രമാണ് തീരദേശത്തെ തീരസംരക്ഷണം എന്ന് പറയുന്ന കാര്യം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വന്നത്. 2002 വരെയുള്ള കാലഘട്ടത്തിൽ കേരളപ്പിറവിക്ക് ശേഷം പൊന്നാനി എന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ മുസ്ലിം ലീഗിന്റെ എംപിമാർ കടൽ ഭിത്തിയുമായി ചെയ്തു വെച്ച എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പറയാൻ അങ്ങേക്ക് സാധിക്കുകയാണെങ്കിൽ അങ്ങ് ഈ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് ഞങ്ങൾ പറയും. 2002 ശേഷം ഈ തീരദേശവുമായി ബന്ധപ്പെട്ട സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വന്നതിന് ശേഷം 12 കോടിയിലുള്ള അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള കടൽ ഭിത്തി സംരക്ഷിക്കേണ്ട പ്രദേശങ്ങളിലെല്ലാം 10 കിലോമീറ്ററോളം പല ഘട്ടങ്ങളിലായി കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം കടൽ ഭിത്തി ഒരു ശാശ്വത പരിഹാരമല്ല, കടൽ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരമായി നിലവിൽ തീരപരിപാലനത്തിനായി 4000 കോടി രൂപയുടെ പദ്ധതിയിൽ 600 കോടി രൂപയുടെ പദ്ധതി ഉൾപ്പെടുത്തി കടൽ ഭിത്തി സംരക്ഷണം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീരദേശ സംരക്ഷണം എന്ന് പറയുമ്പോൾ കടലിൻ്റെ അവിടെ കല്ലിടൽ മാത്രമല്ല, കടലിൽ നിന്നും 50 മീറ്റർ മാത്രം ഉള്ളിൽ താമസിക്കുന്ന 200 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച സംവിധാനത്തിൻ്റെ പേരാണ് LDF. അവിടെ 10 ലക്ഷം സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് വെക്കാനും കൊടുത്തു. 128 പേർക്ക് പുനർഗേഹം പദ്ധതിയുടെ തന്നെ മറ്റു ഭാഗമായി ഫ്ലാറ്റ് ഉണ്ടാക്കി ആ ഫ്ലാറ്റിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ മാലിന്യ പ്രശ്നം ഇവർ പറയുന്നു 1,71 ലക്ഷം രൂപ ഉപയോഗിച്ച് അവിടെ സീവേജ് പ്ലാന്റ് നിർമ്മിച്ചു. തീരദേശത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമാണ് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ. ഇവിടെ പറഞ്ഞല്ലോ 20 കൊല്ലം കൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന്. വിമൻ ആൻഡ് ചൈൽഡ് അവിടെ ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 24,513 പ്രസവങ്ങളാണ് ആ ആശുപത്രിയിൽ നടന്നത്. അഥവാ ഒറ്റ കാര്യം 2.5 ലക്ഷത്തിലധികം വരുന്ന പൊന്നാനിയുടെ ജനസംഖ്യയിൽ 10-1 പ്രസവിച്ചു വീണത് ഈ ആശുപത്രിയിലാണ് എന്നുള്ളത് ഇവിടെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 4 സ്പെഷ്യാലിറ്റിയോടുകൂടിയ 12.5 കോടി രൂപയുടെ വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെട്ടിടം, സ്കൂൾ കെട്ടിടം ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ ഓട് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടോ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഫ്രെയിം പോലും ഇവരുടെ കയ്യിലില്ല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെ ഈ 10 വർഷക്കാലത്തിനിടയിൽ സമ്പൂർണ്ണമായി കെട്ടിടങ്ങൾ നവീകരിച്ചു. സർക്കാർ കോളേജില്ല എന്നാ പറയുന്നത്. ഈ പൊന്നാനി MBS കോളേജിൽ പിള്ളേർ പിന്നെ പൈസ കൊടുത്തിട്ട് പഠിക്കുന്നത് ആണോ? അല്ലല്ലോ. അവിടെ 20% മാത്രമല്ലേ മാനേജ്മെന്റ് സീറ്റുള്ളൂ. ബാക്കി 80% മെറിറ്റ് അടിസ്ഥാനത്തിലല്ലേ അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിൽ അവസാനമായി സർക്കാർ കോളേജുകൾ അനുവദിച്ച സമയത്ത് പൊന്നാനിയിൽ എന്തുകൊണ്ട് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സർക്കാർ കോളേജ് അനുവദിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥത്രയേ ഉള്ളൂ. എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 1600 സീറ്റുകളിൽ 1300 സീറ്റുകളും സർക്കാർ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ ജനങ്ങളെ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണ്ണിൽ പുകമറ ഇട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണമെറിഞ്ഞും നുണ പറഞ്ഞും പൊന്നാനി പിടിക്കാമെന്നാണ് ഇവരെല്ലാം കണക്കുകൂട്ടുന്നത്. ഈ 2002 മുതൽ കേരളത്തിൻ്റെ കയ്യിലാണ് തീരദേശ പരിപാലനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമുള്ള 20 വർഷക്കാലം എന്ത് ചെയ്തു എന്നുള്ളതിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിനില്ല. 26 കോടിയുടെ കടൽഭിത്തി അവിടെ ഇട്ടു. 26 കോടി 10 കോടിയുടെ ബഡ്ജറ്റ് പ്രഖ്യാപനമൊക്കെ എല്ലാ തവണയും നമ്മൾ കാണുന്നതാ. ശ്രീരാമകൃഷ്ണൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ അവസാനമുണ്ടായ ബഡ്ജറ്റിൽ പറഞ്ഞതാ 10 കോടിയുടെ പദ്ധതി. ആ 10 കോടി തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ തീരദേശത്ത് ജീവിക്കുന്നവരാ എത്ര തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണ മഴ പെയ്യുമ്പോഴും കടൽ കയറുമ്പോൾ ഇവിടുത്തെ തീരദേശ നിവാസികളുടെ മനസ്സിൽ ആദിയാണ്. അവർ വീട് വിട്ട് മാറേണ്ടി വരികയാണ്. ഇപ്പം അത് കഴിഞ്ഞു. പുനർഗേയത്തെക്കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട റിയാസ് പരിശോധിക്കണം, എത്രയധികം ആളുകൾ ഇപ്പോഴും ആ പദ്ധതിയുടെ പേരിൽ 10 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ പൈസ കാത്ത് കഴിയുന്ന എത്രയധികം കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീടുണ്ടാക്കാനോ കൊടുക്കുന്നത്. എത്ര ആളുകൾ ആ പൈസ കാത്തിരിക്കുന്നുണ്ട്. പുനർഗേയത്തിന്റെ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഫ്ലാറ്റുകൾ നേരത്തെ ഇവിടെ പറഞ്ഞു, അതിന് നമ്പർ ഇടാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ സീവേജ്, ഡ്രൈനേജ്, സെപ്റ്റിക് ഒരുപാട് ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. ഒരു കെട്ടിടത്തിന് നമ്പർ ഇടാൻ പോലും കഴിയാത്ത, അതിന് CR സെറ്റുമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തലതിരിഞ്ഞ വികസനം കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇവിടെ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. ഈ മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എയ്ഡഡ് കോളേജിൻ്റെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ എയ്ഡഡ് കോളേജുള്ള മണ്ഡലങ്ങൾ വേറെ ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറയാം, നിലമ്പൂർ.
നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസി ഈ ജില്ലയിലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ അമൽ കോളേജ് എന്ന് പറയുന്ന എയ്ഡഡ് കോളേജ് ഉണ്ടല്ലോ. ആ എയ്ഡഡ് കോളേജ് ഉള്ളപ്പോൾ തന്നെ നിലമ്പൂരിൽ ഗവൺമെന്റ് കോളേജ് ഉണ്ട്. അത്തരം ഒരുപാട് എയ്ഡഡ് കോളേജുകളുള്ള സ്ഥലത്ത് ഗവൺമെന്റ് കോളേജുകളില്ല, മറ്റു മണ്ഡലങ്ങളില്ലേ? അതൊരു കാരണമല്ലല്ലോ. ഈ തീരദേശ നിവാസികൾക്ക് എത്ര കാലം മുമ്പുള്ള ഒരു കോളേജാണ് പൊന്നാനി MES കോളേജ്. അതിനുശേഷം ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റാണ്ടായിട്ടുള്ളത്? ഇവിടെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഫഷണൽ കോളേജ് അല്ലെങ്കിൽ തീരദേശത്തെ നമ്മുടെ ഫിഷറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. സ്ഥലമില്ലാത്തൊരു പ്രശ്നമില്ല. ഒരു നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കോളേജ് തുടങ്ങാൻ യാതൊരു പ്രയാസവുമില്ല. ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ എന്താ? മോർച്ചറി നമ്മളിവിടെ പലപ്പോഴും പോകേണ്ടി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അവിടെ ഒരു ശവശരീരവുമായി മൃതദേഹവുമായി ആ മോർച്ചറിയിലേക്ക് പോയി തിരിച്ചു വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഒരു വട്ടം പോയിട്ടുള്ളവർക്കറിയാം. അവിടെ പോവാത്തവർക്ക് അത് മനസ്സിലാവില്ല. അവിടെ പോയവർക്കറിയാം എത്രമാത്രം പരാധീനതകളാണ് ആ ആശുപത്രി അനുവദിക്കുന്നത്. അങ്ങനെ സകല മേഖലകളിലും ഇപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപായം കൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പൊന്നാനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിന്റെ റിസൾട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇവിടെ നേരത്തെ ഒരു മറുപടി പറയേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പൊന്നാനിയിൽ നിന്ന് തുടർച്ചയായിട്ട് എങ്ങനെ ജനപ്രതിനിധികൾ ജയിച്ചു എന്ന്. ജനപ്രതിനിധികൾ ജയിക്കുന്നതാണ് വികസനത്തിന്റെ തെളിവെങ്കിൽ അതിന് ആ ചർച്ച വേറെ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഒറ്റ ഉത്തരം അതിന് പറയാം. കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കാം. ഇവിടെയുള്ള 6 മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തും ഉള്ളതിൽ ഈ മുനിസിപ്പാലിറ്റിയും വെളിയങ്കോട് പഞ്ചായത്ത് ഒഴികെ ബാക്കി 4 പഞ്ചായത്തും UDF ജയിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് UDFന്റെ ഭരണം വന്നു. 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണുള്ളത്. ആ 2 ഡിവിഷനിലും UDF ജയിച്ചു. അങ്ങനെയാണെങ്കിൽ പൊന്നാനി നേരിടുന്ന വികസന പ്രശ്നങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് അതിന്റെ സെമി ഫൈനൽ കഴിഞ്ഞു. ഫൈനൽ ഇതാ റിസൾട്ട് വരാൻ പോവുകയാണ്. ശരി. അതിനിടെ അധികം പരാമർശിച്ചു ഒരു CR സെറ്റിൻ്റെ കാര്യം. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള CR സെറ്റിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വികസനം ഇവിടെ തടസ്സപ്പെട്ടിട്ടുണ്ടോ? അതുകൂടി ഇവിടെ പറയാമോ? ഇവിടെ ഇപ്പോൾ നമ്മുടെ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കടൽഭിത്തി നിർമ്മിച്ചത് കൊണ്ടാണ് 2000-ഓളം ഹെക്ടർ സ്ഥലം കടലെടുത്ത് പോയി. അതാണ് കടൽഭിത്തിയുടെ നിർമ്മാണത്തിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് ജനങ്ങൾക്ക് ലഭിച്ചത്. മാത്രമല്ല, നമ്മുടെ മഴയൊന്ന് കാറ് വെച്ചാൽ, മാനമൊന്ന് കറുത്താൽ കടലോര നിവാസികൾ മുഴുവൻ പ്രദേശം വിടണം. അതാണ് സാഹചര്യം. അത്രയും രൂക്ഷമായ പ്രതിസന്ധിയാണ് മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറല്ല, UDFും തയ്യാറല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്. 1000 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കടൽഭിത്തി കെട്ടും. കടൽഭിത്തി കെട്ടുന്നത് 1/2 മീറ്റർ കെട്ടിയിട്ട് 3 മീറ്റർ കെട്ടി കണക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഈ തുറമുഖത്തിന് അനുവദിച്ച നമ്മുടെ പൊന്നാനി ഫിഷിംഗ് ഹാർബർ അനുവദിച്ച തുകയിൽ നിന്ന് തന്നെ നവകേരള സദസ്സിന് വേണ്ടി 12 ലക്ഷം രൂപ ചെലവാക്കി. ഇവിടെ വികസിപ്പിക്കേണ്ട റോഡ് വികസനം ഈ ഫിഷിംഗ് ഹാർബറിന് അനുവദിച്ച തുക പാലക്കാട് ജില്ലയിൽ അനുവദിച്ചു. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ല. നിങ്ങൾ ഒരുപാട് ഇല്ലാത്ത ഇവിടെ നടക്കാത്ത ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെടരുത്. താങ്കൾ മുഴുവൻ വരുമ്പോൾ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ 4000 കോടി രൂപയുടെ പദ്ധതി, 5000 കോടി രൂപയുടെ പദ്ധതി, ഈ പദ്ധതി പ്രഖ്യാപിക്കുക എന്നല്ലാതെ നടപ്പിലാക്കിയ പദ്ധതി ഇപ്പോൾ നമ്മൾ എയ്ഡഡ് കോളേജ് ഉള്ളത് കൊണ്ട് സർക്കാർ കോളേജ് വേണ്ട, അങ്ങനെ ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. എയ്ഡഡ് കോളേജുള്ള സ്ഥലത്ത് സർക്കാർ കോളേജ് വേണ്ട. പ്രൊഫഷണൽ കോളേജ്, ഇവിടെ പ്രൊഫഷണൽ കോളേജ് ഉണ്ടോ? ഇല്ല. +2-നും +1-നും +2-നും പഠിക്കാനുള്ള സീറ്റുകൾ ലഭ്യമാകുന്നുണ്ടോ? ഇല്ല. മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, പിന്നെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ എന്താ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് അറിയില്ലേ, ഒരു കോംപ്ലിക്കേറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും കൊണ്ടുപോയിക്കോളൂ. അതല്ലേ അവിടുത്തെ അവസ്ഥ? അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നിരവധി ഒന്നില്ലേ. താലൂക്ക് ആശുപത്രിയുടെ വിഷയം എന്താ? ഈ താലൂക്ക് ആശുപത്രിയുടെ വിഷയം എന്താ? താലൂക്ക് ആശുപത്രിയിലെ വേണ്ടത്ര സൗകര്യം, ഇപ്പോൾ കാർഡിയോളജി, ഒരു ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് ആയിട്ട് വിളിച്ചു പോകണ്ടേ അങ്ങോട്ട്? അതല്ലേ അവസ്ഥ? അപ്പൊ അതായത് നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ലഭ്യമാകണം, അതിന്റെ ആനുകൂല്യം ലഭിക്കണം. സർക്കാരിന്റെ ഇപ്പൊ ഇവിടെ ജയിക്കാൻ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ, SDPയുടെ പിന്തുണ ജയിക്കാം. ജനങ്ങളുടെ സാധാരണ ജനങ്ങളില്ലെങ്കിൽ അതൊക്കെ ജയിക്കാം. അങ്ങനെ ജയിച്ചു എന്ന് വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ ജനങ്ങളുടെ
ഈ വികാരങ്ങളും അവരിലേക്ക് വികസനങ്ങളും നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ പ്രകടന പത്രിക പറഞ്ഞ കാര്യം നടപ്പാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ 600 പദ്ധതി 700 പദ്ധതി ഒക്കെ നടപ്പാക്കി പറയുന്നു. സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ പോലും 2500 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2000 രൂപ കൊടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും പ്രകടന പത്രിക വാഗ്ദാനം പോലും പാലിക്കാതെ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിട്ട് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള SDPI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടി ജയിക്കാമെന്ന വ്യാമോഹമാണെങ്കിൽ പൊന്നാനിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. SDPI ജമാഅത്ത് ഇസ്ലാമി ഡീലുണ്ടോ ഇവിടെ ഈ മണ്ഡലത്തിൽ? ഞാൻ അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളും പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ സൗകര്യമില്ല എന്ന് പറയുന്നത്, പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ സൗകര്യമില്ല എന്ന് പറയുന്നത് ചെറിയ കണക്കുകൾ മാത്രം 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 2 പേരും ആക്രമിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ളൊരു സമയം നമുക്ക് കിട്ടണം. ഞാൻ പറഞ്ഞു 25,000 പ്രസവം ആ ആശുപത്രിയിൽ 6 വർഷം കൊണ്ട് നടന്നു. ഒരു സൗകര്യമില്ലാത്ത ആശുപത്രിയിൽ നടക്കുന്ന കാര്യമാണത്? ആണോ? അതിൽ 9,864 സിസേറിയനാ. ഇപ്പം എന്താ പറഞ്ഞത്? പ്രസവത്തിൽ ലൈറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടായി അവിടുന്ന് വിടുന്നു. 9,864 സിസേറിയൻ ഓപ്പറേഷൻ വെച്ച് നടത്തി. 13,078 മേജർ ഓപ്പറേഷനിൽ അവിടെ നടന്നു. 638 ഗർഭാശയം നീക്കുന്ന ഓപ്പറേഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തി. ഒരു മാസം ശരാശരി OPയുടെ കണക്ക് എത്ര അറിയോ? 19,000 OP ടിക്കറ്റാണ് ഒരു മാസം ആ ആശുപത്രിയിൽ നിന്ന് രോഗികൾ വന്നു പോകുന്നത്. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ 550 അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ ഒരു മാസം അവിടെ നടക്കും. ആവറേജ് 830 ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഒരു മാസം അവിടെ നടക്കും. 22 ലക്ഷത്തോളം ലബോറട്ടറി ടെസ്റ്റുകൾ. കണക്കുകളെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ വെറുതെ പറഞ്ഞങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. ഈ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗത്ത് അങ്ങേയറ്റം മത്സരാധിഷ്ഠിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ള ആശുപത്രിയെ പറ്റിയിട്ടാണ് ഈ പച്ചനുണ 2 പേരും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെന്താ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെയാണ് ഇടതുപക്ഷം മത്സരിക്കുന്നതെന്ന് പറയുന്നത്. SDPI ജമാഅത്തെ ഇസ്ലാമി ഡീലിന്റെ വർത്താനം നിങ്ങൾ പറയണ്ട. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പൊന്നാനിയിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എന്നും മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ഏതാണ്ട് 100ഓളം ദിവസം തുടർച്ചയായി അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലായി ചാനൽ അപ്പിയറൻസിന് ജമാഅത്തെ ഇസ്ലാമി പ്ലാൻ ചെയ്ത് പ്ലേസ് ചെയ്ത് അതിനുശേഷം മാത്രം അടവിരിച്ചതിന് ശേഷം മറ്റ് ചാനലിലേക്ക് പോയിട്ടുള്ള ആളാണ് UDFന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമി കേരള നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വഴി ഒരാളെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരാൾ അത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയാണ്. അത് നാട്ടിൽ മുഴുവനും പാട്ടായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡീലിലെ വർത്താനം നിങ്ങോട്ട് പറയണ്ട. അപ്പം ഒരർത്ഥത്തിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഷമീർ വീണ്ടും കടൽ ഭിത്തി എന്നല്ലാതെ വേറെ ഒരു വിഷയവും അദ്ദേഹത്തിന് പറയാനില്ല. വളരെ കൃത്യമായി 10 കോടി വകയിരുത്തി ഇട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ 5 കൊല്ലത്തിനിടയ്ക്ക് 2001-2026 കാലഘട്ടത്തിൽ 5 വർഷത്തിൽ മാത്രം 15.6 കോടിയുടെ കടൽ ഭിത്തി അവിടെ നിക്ഷേപിച്ച് എക്സ്പെൻഡിച്ചർ ആയതിന്റെ രേഖ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയക്കാം. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ നുണ പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സംവാദത്തെ അല്പം കൂടി സത്യസന്ധതയോടുകൂടി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് അതിനുള്ള മറുപടി? ഞാൻ അതിനു മുമ്പ് ഇവിടെ നുണപ്രചരണത്തെക്കുറിച്ചാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് നുണ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ വിവരമില്ലായ്മ ആയിരിക്കാം. നേരത്തെ നിലമ്പൂർ കോളേജിനെ കുറിച്ച് പറഞ്ഞു. എവിടെ എന്നാണ് ചോദിച്ചത്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണ്. നിലമ്പൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആർക്കും സെർച്ച് ചെയ്യാം. ഇത് എൻ്റെ ഫോണിൽ ക്യാമറയിൽ കാണണമെന്നൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ ഫോൺ എടുത്ത് നോക്കാം. അമരമ്പലം പഞ്ചായത്തിൽ ഇത് കറക്റ്റ് സാധനം ഇതിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കുന്ന ഏർപ്പാടായിട്ട് ഇടതുപക്ഷം ഇറങ്ങിയാൽ അതൊന്നും പൊന്നാനിയിൽ വിലപ്പോകുന്നില്ല. ഇപ്പം ജെൻസിയുടെ കാലാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് കളവ് പറഞ്ഞാലും അത് അപ്പോൾ ഫോൺ എടുത്ത് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുറേ എന്തെങ്കിലും കഥകളും കണക്കൊന്നും പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇവർ കൊടുത്ത കുറേ വാഗ്ദാനങ്ങളുണ്ടല്ലോ. ഹൗറ മോഡൽ പാലം പണിയുന്നാണ് പറഞ്ഞത് തീരദേശത്ത്. 5 കൊല്ലം കഴിഞ്ഞു. ഹൗറ മോഡൽ പാലത്തിന് ഒരു കല്ല് എന്തെങ്കിലും സാധനം ഞാൻ കേൾക്കാത്തത് പോട്ടെ, ഇവിടെ പൊന്നാനിക്കാരുണ്ടല്ലോ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ DPR എവിടെയെങ്കിലും അവൈലബിൾ ആണോ? ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകളുമായി വികസനം പറഞ്ഞിറങ്ങിയിട്ട് കാര്യമില്ല. അതല്ല വികസനം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കാണാം. നമ്മുടെ ഈ അടിസ്ഥാനപരമായ വികസന രംഗത്ത് വന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ചങ്ങനകുളത്ത് ഒരു ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്. എത്ര കാലമായി പണി തീരാതെ നടക്കുന്നു. ഇവിടെ പുനർഗേഹം ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ചങ്ങനകുളത്ത് നടക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ്. അവിടുത്തെ വില്ലേജ് ഓഫീസ്, ഒരു നല്ല സ്റ്റേഡിയം, ഇവിടെ കോളേജിന്റെ കാര്യം കഴിഞ്ഞു, ഒരു നല്ല സ്റ്റേഡിയം,
ഈ നിയോജകമണ്ഡലത്തിലുണ്ടോ? നല്ലൊരു സ്റ്റേഡിയം, എത്രയോ ഇന്റർനാഷണൽ ഗെയിംസിലുള്ള കളിക്കാർ, പ്ലെയേഴ്സുള്ള നാടാണ് പൊന്നാനി. ഇപ്പോൾ പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കൂൾ ഗെയിംസിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ അതുപോലെ ഇന്ത്യയൊക്കെ റെപ്രസെന്റ് ചെയ്ത ഒരുപാട് കബഡി കളിക്കാരുള്ള അത് ഒരു നാടാണ് പൊന്നാനി. അതുപോലെ തന്നെ ക്രിക്കറ്റിലും ഫുട്ബോളിലുമൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് പ്ലെയേഴ്സുള്ള ഒരു സ്ഥലം. ഇവരുടെ മികവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഒരു മികവുറ്റ പ്രൊഫഷണലുകളാക്കി മാറ്റാൻ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മികച്ച സ്റ്റേഡിയം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ എന്താണ് പൊന്നാനിക്ക് മികച്ചതെന്ന് പറഞ്ഞ് ഒരു മോഡൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കാനുള്ള എന്ത് വികസന പദ്ധതിയാണ് ഉണ്ടായിട്ടുള്ളത്? ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ റെഗുലേറ്ററിന്റെ പിന്നിൽ അഴിമതി എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, ഇപ്പോഴത്തെ പൊന്നാനിയുടെ MLA പി നന്ദകുമാറാ പറഞ്ഞത് അവിടെ അഴിമതിയാണെന്ന്. പ്രിയപ്പെട്ട ഷമീർ വരുന്നത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ബൈക്കിൽ വന്നാൽ അദ്ദേഹത്തിന് വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. അവിടെ 3 കോടി ചെലവിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്വാട്ടിക്, അതുപോലെ തന്നെ നീന്തൽ പരിശീലനത്തോട് കൂടിയിട്ടുള്ള ഗ്രൗണ്ടും സ്റ്റേഡിയവും അദ്ദേഹത്തിന് അവിടെ കാണാം. 23 കോടിയുടെ അക്വാട്ടിക് സ്റ്റേഡിയം ഈശ്വരമംഗലത്ത് അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക നീന്തൽക്കുളവും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയങ്ങളുള്ള ഒരു അക്വാട്ടിക് സ്റ്റേഡിയം അവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 2 കബഡി ഹോസ്റ്റലുകൾ നിലവിൽ സ്പോർട്സ് കൗൺസിലിൻ്റെതായി നിലവിൽ പൊന്നാനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ കബഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് വെറും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂക്കുതല സ്കൂളിൽ ചെല്ലാം. അവിടെ സിന്തറ്റിക് ട്രാക്ക് കാണാം. അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ആധുനികവൽക്കരിച്ചിട്ടുള്ള സ്റ്റേഡിയം അവിടെയും കാണാം. കായിക രംഗത്ത് ഒരു തരത്തിലുമുള്ള പിന്നോട്ട് പോക്കും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചമ്രവട്ടം അഴിമതി നടത്തിയെന്ന് പറയുന്നത്, ചമ്രവട്ടം അഴിമതി നടത്തി എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നുണ്ടെങ്കിൽ, അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൊല്ലം MP ആയിട്ടുള്ള പ്രേമചന്ദ്രനെ MP സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണം. അദ്ദേഹം ജലസേചന വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത് വന്ന് വല്ല വാദവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയത്ത് അത് പരിശോധിക്കാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയണം എന്നാണ് പറയാനുള്ളത്. ഈ ചമ്രവട്ടം പദ്ധതി നമ്മൾ എന്തിനു വേണ്ടിയാണ് ചമ്രവട്ടം പദ്ധതി കൊണ്ടുവന്നത്? ഗതാഗതത്തിന് മാത്രമല്ലല്ലോ, ജലസേചനം കൂടി വേണ്ടില്ലേ? ആ ജലസേചനം ലഭ്യമാക്കാൻ, നമ്മുടെ കാർഷിക മേഖലക്ക് അതിൻ്റെ ഉപയോഗം ലഭ്യമാക്കാൻ നാളിതുവരെ ഈ 2 കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ അഴിമതിയിൽ ഇപ്പോൾ അവിടെ ചോർച്ചയടക്കാനുമായി ബന്ധപ്പെട്ട വിദേശത്തു നിന്ന് ഇറക്കിയ ഉൽപ്പന്നങ്ങളിൽ അഴിമതി നടത്തിയതാരാ? KT ജലീലല്ലേ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 കൂട്ടരും ആ അഴിമതിയിൽ പങ്കാളിയാണ്. ഏത് പദ്ധതിയിലാണ് ഇവിടെ അഴിമതി ഇല്ലാത്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കണ്ടോ? അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 100% എല്ലാ പദ്ധതികളും അഴിമതിയാണ്. ചങ്ങരംകുളത്ത് ആ കെട്ടിടം ഇനി ഉപയോഗശൂന്യമാണ്. കാട് പിടിച്ചു. അവിടെ ഈ 30 വീടുകൾ, ആ 30 വീടുകൾ നിർമ്മിച്ച് പാതിയാക്കി അത് ഇട്ടുപോയി. ഇപ്പം ലൈഫ് പൂട്ടി. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ മാതൃശിശു കേന്ദ്രത്തിലെ കണക്ക് ഇവിടെ പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, ഇതിൻ്റെയൊക്കെ ഇരട്ടിയാണ് ഇവിടെ ജനങ്ങൾ ആശുപത്രിയെ സമീപിക്കുന്നത്, പ്രസവത്തിന് സമീപിക്കുന്നത്, പ്രൈവറ്റ് ആശുപത്രി സമീപിക്കുന്നത്. ഇത് ഗവൺമെന്റ് സെക്ടറിൽ, അതായത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് നമ്മുടെ ഗവൺമെന്റ്, അല്ലാണ്ട് എയ്ഡഡ് മേഖല, സോറി, പ്രൈവറ്റ് സെക്ടർ അല്ല, ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോ ചമ്രവട്ടം പദ്ധതിയിൽ ഇരുകൂട്ടരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ UDF ഇതിലെങ്ങനെ പ്രതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ ജലസേചന മന്ത്രിയായിരുന്ന അന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോ ഇവിടുത്തെ MLA ആയിരുന്ന ആള് നേരിട്ടത് അഴിമതിയാണ്. ചമ്രവട്ടം പദ്ധതിയിൽ ചോർച്ച നേരിട്ടത് അഴിമതിയാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാതിരുന്നത് അഴിമതിയാണ്. അതിന് UDFന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അന്ന് കേരളം ഭരിച്ചിരുന്നതും അതിനുശേഷം ഇവിടെ പ്രതിനിധീകരിച്ചതും അന്ന് മന്ത്രി, അതായത് ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ പദ്ധതി പൂർത്തിയായിട്ടില്ല. 2ാമത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആ പദ്ധതി പൂർത്തിയായത്. കാലഘട്ടത്തിലാണ് ആ പദ്ധതി പൂർത്തിയാക്കിയത്. പാലൊളി ഇവിടെ നിന്ന് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വന്ന ഒരു പദ്ധതി. മറ്റൊരു
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് മറുപടി പറയണം. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നേരത്തെ റിയാസ് കൂടെ പറഞ്ഞു, ചാനൽ ചർച്ചകളിൽ വന്നതുകൊണ്ട് മീഡിയ വണ്ണിൽ ഒന്നുകൊണ്ട് അയാൾ ജമാഅത്ത് ഇസ്ലാമിയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇനിയിപ്പോൾ ആരും കൈരൾ വിളിക്കുന്ന ചാനലിൽ ചർച്ചയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ഒരു ചർച്ചയ്ക്ക് പോയാൽ ഞാൻ CPM-കാരനാവില്ലേ? എന്താണ് റിയാസ്? അതൊക്കെ എന്തൊരു ലോജിക്കാണ്? അത്തരത്തിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന നട്ടാൽ കുറുക്കാത്ത നുണകളുമായി പൊന്നാനിയിൽ വരരുത് എന്നുള്ളതാണ് ദയവായിട്ട് പറയുന്നത്. 10 വർഷക്കാലം ഈ ഭരിച്ച LDF സർക്കാരിൽ 5 PSC ലിസ്റ്റുകളാണ് കാരണങ്ങൾ ഏതുമില്ലാതെ ക്യാൻസലായി പോയിട്ടുള്ളത്. അതിൽ തന്നെ 6 വർഷക്കാലം ഇന്നത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അതിൻ്റെ ചെയർമാൻ എന്നുള്ളത്. രണ്ടാമതായിക്കൊണ്ട് ഇത്തരത്തിലൊരു സാലറി കിട്ടിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ PSC ചെയർമാൻ എന്നുള്ളത്. എന്നിട്ട് പോലും തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതും അതിനുവേണ്ടി റിക്വസ്റ്റ് ലെറ്റർ കൊടുത്ത ഒരാളുടെ പേരാണ് MK സക്കീർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിയെ എന്തിന് പൊന്നാനിയിലെ വിദ്യാർത്ഥിത്വം സ്വീകരിക്കണമെന്നുള്ളതാണ്. വികസനം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. എന്താണ് സാർ ഈ വികസനം? പല രാജ്യങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് വികസനം നടത്തുന്നതാണോ ഭരണം? നല്ലൊരു ഭരണം എന്ന് വെച്ചാൽ നമ്മുടെ ഖജാഞ്ചിൽ നിന്ന് ഭരിച്ച് ഖജാഞ്ചിൽ നിന്ന് ലാഭിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഭരണം സാർ. അഴിമതിയല്ല സാർ ഭരണം. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയമില്ല, അത്രേ ഉള്ളൂ. എന്താണ് രണ്ടും ഭരണരംഗത്തേക്കാണ് അവരുടെ രണ്ടുപേരുടെയും ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇവിടെ ചോദിച്ചത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. PSC ലിസ്റ്റൊക്കെ വന്നിട്ടും PSC-യിൽ അവർക്ക് ഇത് കിട്ടിയിട്ടില്ല. കൃത്യമായിട്ടുള്ള മറുപടി പറയാം. അഡ്വക്കേറ്റ് MK സക്കീർ PSC ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇതപര്യന്തമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ സർക്കാർ ജോലിക്കാരായി മാറിയത് അഡ്വക്കേറ്റ് MK സക്കീർ PSC ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 4663 റാങ്ക് ലിസ്റ്റുകളാണ് അന്ന് പ്രസിദ്ധീകരിച്ചത്. അതിൽ 5 റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ സഹോദരി പറഞ്ഞത്. ബാക്കി 4658 റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്തിയിട്ടാണ് 2 ലക്ഷത്തോളം അടുത്ത് വരുന്ന നിയമനം ഇവിടെ നടന്നത്. പിന്നെ പറഞ്ഞത് വ്യാപകമായി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക. PSC ചെയർമാൻ്റെ ഭാര്യയുടെ ചെലവിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മനോരമയിലൊരു വീഡിയോ. പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത്, അഡ്വക്കേറ്റ് MK സക്കീർ PSC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുൻപ് മാത്രമാണ് ഈ സമാനമായ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ജീവിത പങ്കാളിയുടെ യാത്രാ ചെലവുകൾ കൂടി എടുക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹം പടിയിറങ്ങാൻ പോവാണ്. ആ PSC ചെയർമാനായിരുന്ന 5 വർഷത്തിനിടയിൽ അദ്ദേഹം പങ്കെടുത്ത ഇന്റർനാഷണൽ കോൺഫറൻസുകൾ 5 എണ്ണമാണ്, ആകെ 5 എണ്ണം. ആ 5 ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിച്ച 5 രൂപയുടെ ചായയുടെ കണക്കെങ്കിലും നിങ്ങൾ 10 രൂപയുടെ വിവരാകാശ രേഖ വെച്ച് തെളിയിച്ചാൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറാമെന്നാണ് പറയുന്നത്. ഒരു അർത്ഥത്തിലും തൻ്റെ ജീവിത പങ്കാളിയുടെ ചെലവ് അല്ലെങ്കിൽ യാത്രാ ചെലവിന് വേണ്ടിയല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. വരാൻ പോകുന്ന PSC ചെയർമാൻമാരുടെ കാര്യത്തിലാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അദ്ദേഹം ഭാര്യയുടെ ചെലവ് ചോദിച്ചൊരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. അത് മീഡിയയിലൂടെ നമ്മൾ കേരളം മൊത്തം കണ്ടതാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ചർച്ചകൾ അന്ന് വളരെയധികം ചർച്ചയായിട്ടുണ്ടായിരുന്നതാണ്. ഭാര്യയുടെ പങ്കാളിയുടെ ചെലവ് കൂടി കേരള ഗവൺമെൻറ് വഹിക്കണം. ഇതിനു മുമ്പോ അതിന് ശേഷം ചെയർമാനായവരോ അത്തരമൊരു കീഴ്വഴക്കം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്ത് അല്ലെ UDF-ൻ്റെ ഒക്കെ പ്രതിനിധികൾ, പിന്നീട് BJP-യിലേക്ക് പോയ ആളടക്കം PSC ചെയർമാൻ ആയിരുന്ന സമയത്തൊന്നും നടക്കാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ അങ്ങനെ ചില വ്യത്യസ്തത ആ സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രേ ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ. മറ്റൊന്ന്, ആ ഒരു PSC കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലമാണ്. ഒരു വലിയ കലാപമുണ്ടായപ്പോൾ, ഒരു കത്തിക്കുത്തുണ്ടായപ്പോൾ അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിലൊരുത്തൻ കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ആ റാങ്ക് 8ാമത്തെ റാങ്കുകാരനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ശിവരഞ്ജിത്ത്. അങ്ങനെ അതിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അറിയുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നു. കേരളത്തിൽ ഇത്രമാത്രം PSC-യുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുപ്പക്കാരെന്ന നിലയിൽ ഇപ്പോൾ ജെൻസിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് വന്നത്. ഇതൊരു വാർദ്ധക്യകാല പട്ടികയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ജോലി തേടിയിരിക്കുന്ന കേരളത്തിലെ യുവത്വത്തിന് ഒരു പ്രതീക്ഷയില്ലാത്ത, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത്, 1ാം റാങ്കുകാരിയായ ഒരു കുട്ടിക്ക് ഒരു പട്ടികയിൽ ജോലി കിട്ടാത്ത അവരുടെ വ്യസനം അവർ മീഡിയയിലൂടെ അറിയിച്ചു. ഇവിടെ
റിയാസ് പറയുന്നത് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടി. ഓരോ വർഷവും നമ്മുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ +2 ജയിക്കുന്ന, ഡിഗ്രി ജയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ, അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം. ഇവിടെ തൊഴിൽ വരുമ്പോൾ, ഒഴിവുകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതെ നിയമനം വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ പുതിയ ആളുകളെ വെച്ചാൽ ഉണ്ടാകുന്ന ഖജനാവിനുണ്ടാകുന്ന അധിക ഭാരം ആലോചിച്ച് ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ കള്ളത്തരം ചെയ്ത PSCയുടെ ഒരു കാലമാണ് കഴിഞ്ഞു പോയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ആശങ്കയായിരിക്കും ആ കുട്ടി ഇവിടെ പങ്കുവച്ചിട്ടുണ്ടാകും. തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. തൊഴിലവസരങ്ങൾ തേടി അന്യ നാടുകളെ അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാർ പോയി. ഞാനിവിടെ വളരെ കറക്റ്റായി റാങ്ക് ലിസ്റ്റിൻ്റെ എണ്ണം, നിയമനത്തിൻ്റെ എണ്ണം വളരെ കൃത്യമായി വെച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് ഇവിടെ പറയുന്നത് തൊഴിൽ കിട്ടിയിട്ടില്ല, ആളുകൾക്ക് PSC വഴി നിയമനം കിട്ടിയിട്ടില്ല എന്നൊക്കെ വെറുതെ ആചാരപരമായി. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം PSC ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത്. രാജ്യത്തുടനീളം 100 പേർ സർക്കാർ ഉദ്യോഗസ്ഥരാകുന്നുണ്ടെങ്കിൽ അതിൽ 65 പേരും മലയാളികളായിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെയും സത്യത്തിന്റെയും മുന്നിലാണ് ഇത്തരത്തിൽ വികലമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇവർക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗൗരവതരമായ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയവും ഇവർക്ക് തൽക്കാലം പറയാൻ കഴിയുന്നില്ല. ഇവർ നുണകളുടെ പുറത്ത് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് അരീക്കോട്ട് നിന്ന്. അദ്ദേഹം ഇവിടെ വന്ന് പൊന്നാനിയിൽ ഒന്നും നടന്നിട്ടില്ല, പൊന്നാനിയിലെ തീരദേശത്തും കാര്യങ്ങളിലും ഒന്നും നടന്നിട്ടില്ല എന്ന് പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പൊതുയോഗത്തിൽ വെച്ച് പറയാണ്, മാരിടൈം ബോർഡ് അംഗീകരിച്ച കപ്പൽ ശാല പ്രൊജക്ടിന്റെ DPR ലഭ്യമല്ല, ഫീസിബിലിറ്റി സ്റ്റഡി ലഭ്യമല്ല, മറ്റു പഠനങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പൊന്നാനിക്കാരെ സാക്ഷി നിർത്തി സ്ഥാനാർത്ഥി തന്നെ പച്ച നുണ പറയാണ്. മാരിടൈം ബോർഡ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടെൻഡർ ഘട്ടത്തിലേക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഏത് 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാകും അതിൻ്റെ ഫീസിബിലിറ്റി കഴിയാതെ, അതിൻ്റെ DPR കാര്യങ്ങൾ കഴിയാതെ അത് ഒരിക്കലും നടക്കില്ല എന്ന്. അപ്പം നുണപ്രചരണത്തിന് സ്ഥാനാർത്ഥി തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു അധ്യായമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലപ്പുറം പൊന്നാനിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞത്. തൊഴിൽ തേടി നമ്മളുടെ ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ നാടുകളിലേക്കും വിദേശത്തേക്കും പോകുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും അതിപ്പോൾ LDF ആയാലും UDF ആയാലും അതൊരു മൊത്തത്തിൽ ഇവിടുത്തെ ജൻസി അവർ ഒരു ആശങ്കയാണത്. അതിനെ നമ്മൾ ഒത്തൊരുമിച്ച് എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ അദ്ദേഹം എണ്ണം പറഞ്ഞു. കഴിഞ്ഞ LDF ഗവൺമെന്റ് പറഞ്ഞത് 25 ലക്ഷം തൊഴിൽ ലഭ്യമാക്കുമെന്നാണ്. എത്ര ലക്ഷം എന്ന് അദ്ദേഹം പറഞ്ഞ എണ്ണപ്പങ്ങൾ കേട്ടല്ലോ. 25 ലക്ഷം തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ടോ? അപ്പം ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കെതിരെയുള്ള വോട്ട് ഇത്തവണ പൊന്നാനിയിൽ എന്തായാലും അത് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് മാത്രം റിയാസിനെ ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ ഒറ്റ സെക്കൻഡ്, ഒരൊറ്റ മിനിറ്റ്. ഈ വാഗ്ദാനം അത് പാലിക്കൽ എന്ന് പറയുന്ന പദപ്രയോഗമൊക്കെ UDFകാർക്ക് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും മരണപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ പേരിൽ ഈ സംസ്ഥാനത്ത് മുഴുവനും ഒരു ആപ്പ് ഉണ്ടാക്കി ടെക്നോളജി വെച്ച് നടന്ന് പിരിച്ച് അത് കഴിഞ്ഞ് ഏതാണ്ട് 30 മാസമായിട്ട് പോലും ഒരു വീടിന് പോലും തറക്കല്ലിടാൻ പറ്റാത്ത ആളുകൾ, ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ചവര്, അത് നിർമ്മിക്കാത്തവരാണ് വാഗ്ദാനത്തെ പറ്റിയും പാലിക്കലിനെ പറ്റിയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറുപടി കൃത്യമാണ്. കേരള ഗവൺമെന്റ് പറയുന്നതിൽ മറുപടി പറയാലോ. കാരണം 700 ജില്ല കോടി പിരിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയല്ലോ. എത്ര വീട്ടിൽ ആൾ താമസിച്ചിട്ടുണ്ട്? ഒരു വീട്ടിൽ പോലും ഇതുവരെ ഗവൺമെന്റ് കൊടുത്ത വീട്ടിൽ ആൾ താമസിച്ചിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞു, സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തലതിരിഞ്ഞ വികസനം. അതേസമയം ലീഗ് പൈസ പിരിച്ചു, ആപ്പ് വെച്ച് പൈസ പിരിച്ചു. ആദ്യഘട്ട വീട് ഗവൺമെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കൈമാറി. അന്ന് തൊട്ടപ്പുറത്തെ MLA പറഞ്ഞു ലീഗ് കൊടുക്കുന്ന ഭൂമിയിൽ ഒരു വീട് പോലും വെക്കാൻ പറ്റില്ല എന്ന്. ആ പറഞ്ഞ MLA തൊട്ടപ്പുറത്തുണ്ട്. ആ MLAയും പൊന്നാനിയിലെ ജനങ്ങളും സാക്ഷിയാണ്. കേരള ഗവൺമെന്റ് വീട് കൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ലീഗ് അത് യാഥാർത്ഥ്യമാക്കി വീട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട്, യൂത്ത് കോൺഗ്രസ് അതിനുവേണ്ടി പിരിച്ച പണവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ ചാനലുകളും ഈ സംസ്ഥാനത്തെ മുഴുവൻ മനുഷ്യരും പിന്നാലെ നടന്ന് ചോദിച്ചു നിർബന്ധിച്ചതിന് ശേഷം മാത്രമല്ലേ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണക്ക് പറഞ്ഞത്. KPC പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്?
നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിരുന്നു? പച്ചക്കള്ളം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയാണ്. അടുത്ത ദിവസം KPCC പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു വീടുണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. വീട് പണി ഞങ്ങൾ തുടങ്ങിയെന്ന് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പറയാ, വീടുണ്ടാക്കാൻ പൈസ ഇല്ല എന്ന് KPCC പ്രസിഡന്റ് പറയാ. ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പോലും ആളുകളിൽ നിന്ന് പിരിച്ച പണം വ്യവസ്ഥാപിതമായി 30 മാസക്കാലമായിട്ടും അതിന്റെ പ്രാരംഭ പ്രവർത്തനം പോലും നടത്താൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിന്റെയും പൊന്നാനിയുടെയും ഭരണം ചോദിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിങ്ങളുടെ മുന്നണിയിൽ അവിടെ STPI മത്സരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവാരൂർ ജില്ലയിലെ നന്ദിലം അസംബ്ലി സെഗ്മെൻറ്റിലാണ് അവർ മത്സരിക്കുന്നത്. അവിടെ മത്സരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥി അവിടുത്തെ STPIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എന്താ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ BJPയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയെക്കുറിച്ചോ പൊന്നാനിയിലെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ ഗൗരവതരമായ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്ത് ദ്രാവിഡ മുന്നേറ്റ ഘടകം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്കകത്ത വിഷയം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതെല്ലാം ഈ പൊന്നാനിയുടെ വികസന ചർച്ചകളെ വഴിമാറ്റുന്നതിന് വേണ്ടി ബോധപൂർവം കൊണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് അവിടുത്തെ DMK നടത്തുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട മുന്നണിയിലെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് DMK-യാണ്. അവിടെ DMK നേതൃത്വം കൊടുക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം, ഒരു തർക്കം അതിൽ വേണ്ട. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഹിന്ദി രാഷ്ട്രീയത്തിനെതിരെ, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന SIR-ന്റെ രാഷ്ട്രീയത്തിനെതിരെ, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയാണ് MK സ്റ്റാലിൻ. അദ്ദേഹം അവിടുത്തെ മതനിരപേക്ഷ ലക്ഷ്യങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കോട്ടം വെക്കുന്ന കാര്യങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് ഇതിനെ ചർച്ചയെ കൊണ്ടുപോകുന്നത് ഇവരുടെ BJPയുടെ ദുരുദ്ദേശമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഞാനും കൂടി അതിന് മറുപടി പറയാം. അപ്പോഴേ അദ്ദേഹത്തിന് അത് തൃപ്തി വരുള്ളൂ. RSS പല സ്ഥലത്തും മത്സരിക്കുന്നത് പോലെ SDPI ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ അവിടെ DMK നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ അവരുടെ ഒരു സീറ്റിൽ SDPI മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് പൊന്നാനിയിൽ എന്ത് മറുപടിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. തുടർ ഭരണം ലഭിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടോ? എന്താ അതിൽ തർക്കമുള്ളത്? എന്തിനാണ് ഒരു സംശയം വേണ്ടത്? 65 ലക്ഷം മനുഷ്യർക്ക് തുടർച്ചയായി 10 വർഷം അവരുടെ വീടുകളിൽ ചെന്ന് ഒരു ഘട്ടത്തിൽ 1600-ആയും മറ്റൊരു ഘട്ടത്തിൽ 2000-ആയും അവശരായ മനുഷ്യർക്ക് കരുതൽ നൽകുന്ന ഒരു ഗവൺമെൻറ്, 5 ലക്ഷത്തിലധികം ലൈഫ് വീടുകൾ, അതും ഒരു വീടിന് 4 ലക്ഷം രൂപ വീതം കൊടുത്ത് യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെൻറ്, 35 ലക്ഷം വരുന്ന വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവതരിപ്പിച്ച് കഴിഞ്ഞ 2 മാസക്കാലമായി അത് തുടങ്ങി അവരുടെ അക്കൗണ്ടിൽ എത്തിച്ച ഒരു ഗവൺമെൻറ്, ദേശീയപാത ഒരു സ്വപ്നം മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ UDF അത് പൂട്ടിവെച്ചപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പുനരധിവാസ സംസ്കാരം സൃഷ്ടിച്ച് എൻ്റെ ഭൂമി കൂടി ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്തുകൊള്ളൂ എന്ന് ജനങ്ങൾ മുന്നോട്ട് വരുന്ന യാഥാർത്ഥ്യം. ഏതുവരെ ഈ ദേശീയപാത വിരുദ്ധ സമരം അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരുന്ന മണ്ണായിരുന്നു കാപ്പിരിക്കാട്, പാലപ്പെട്ടി, ഈ തുടങ്ങി വെളിയങ്കോടെല്ലാം. അവിടുത്തെ ഓരോ വീട്ടുകാരും പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം എൻ്റെ കൂടി ഭൂമി ദേശീയപാതയ്ക്ക് എടുത്തുകൊള്ളൂ എന്ന് മത്സരിച്ച് മുന്നോട്ട് വരുന്ന വികസനം വരുമ്പോൾ അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെടുന്നവർ തങ്ങളുടെ ഭൂമി കൂടി എടുത്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് പുനരധിവാസത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചൊരു ഗവൺമെൻറ്, 5500 കോടി രൂപ അതിനു മാത്രം നൽകിയ ഒരു ഗവൺമെൻറ്, ഏറ്റവും കൂടുതൽ രാജ്യത്ത് നിയമനം നടക്കുന്ന 100 സർക്കാർ നിയമനങ്ങളിൽ 65 എണ്ണവും നടത്തുന്ന ഒരു ഗവൺമെൻറ്, പ്രളയം, ഓക്കി, നിപ്പ തുടങ്ങിയ വയനാട് ദുരന്തം തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത കരുതൽ നടത്തിയ ഒരു ഗവൺമെൻറ്, അവരുമായിട്ടാണ് ഒരു ദുരന്തമുഖത്ത് മൃതദേഹം കാണിച്ചു പിരിച്ചവര് ആ ഫണ്ട് മുക്കിയതിന്റെ കണക്കുമായി തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വരുന്നത്. ഞങ്ങളുടെ ആത്മവിശ്വാസം, അദ്ദേഹം പറയാത്ത ചില വർധനവ് കൂടി പറയുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ വർധനവ് ഉണ്ടായതിൻ്റെ ഇടയിൽ ആശാ വർക്കർമാരുടെ വേതന വർധനവിന് വേണ്ടിയുള്ള മാസങ്ങളോളം നീണ്ട സമരം കണ്ടവരാണ് മലയാളികൾ. പക്ഷേ ഒരു സമരവും ഇല്ലാതെ ഒരു കൂട്ടരുടെ വേതന ഇവർ വർദ്ധിപ്പിച്ചു. അത് ഏതാണെന്നറിയോ? ജയിൽ പുള്ളികളുടെ. കാരണം എന്താ? ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ കിടക്കുന്ന ജയിലിലാണ്. കിർമാണി മനോജ്, അങ്ങനെ പലരും, അങ്ങനെ പേര് പറയാൻ പറ്റാവുന്ന ഒരുപാട് ക്രിമിനലുകൾ, CPM-കാർ, TP ചന്ദ്രശേഖരനടക്കം കേരളത്തിലെ കിരാതമായ കൊലപാതകങ്ങൾ നടത്തിയ, അത് പ്ലാൻ ചെയ്ത, അതിൻ്റെ മാസ്റ്റർ പ്ലാനേഴ്സായ ആളുകൾ, CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർ വേതനം കൂട്ടി, ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ കെടുതി കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. അതവരുടെ മനസ്സിലുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ തകരാറിലായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ADGP
ADGP അജിത് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. തൃശൂർ പൂരം കലക്കിയിട്ട് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് വഴിമരുന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞത് ഞങ്ങളല്ല, അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ് പറഞ്ഞത്. ഇത് UDFകാർ പറഞ്ഞതല്ല. അങ്ങനെ അങ്ങ് തുടങ്ങി. ആഭ്യന്തര വകുപ്പിന്റെ ഒന്ന് ആരോഗ്യരംഗത്തെടുത്താലോ, വയറിൽ കത്രിക മറന്നു വെക്കുന്നു, ചികിത്സക്ക് ഒരു കൈക്ക് ചികിത്സക്ക് പോയ കുട്ടിയുടെ മറ്റേ കൈ മുറിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ആഭ്യന്തരം അതുപോലെ തന്നെ ആരോഗ്യ മേഖല തകർന്ന മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഇത്രയധികം ക്രിമിനലുകളുണ്ടായ ഒരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ തൊഴിലിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഏത് രംഗത്താ വില വർദ്ധിക്കാത്തത്? വെറും 44 രൂപ 444 രൂപയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഒരു വീടിന് പെർമിറ്റ് കിട്ടിയിരുന്നത് ആയിരക്കണക്കിന് രൂപയിലേക്ക് വർദ്ധിപ്പിച്ച ഗവൺമെന്റ് കേരളം ഭരിച്ചത്. 30 രൂപയും 10 രൂപയും നികുതി കൊടുത്തിരുന്നവർ അതിന്റെ 5ഉം 10ഉം 100ഉം ഇരട്ടിയിലേക്ക് നികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് എന്തിനേറെ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ 2 രൂപയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് സെസ് ചുമത്തിയിട്ട് പെൻഷൻ മര്യാദക്ക് കൊടുക്കാതിരുന്ന ഗവൺമെന്റ് ഈ കഴിഞ്ഞ 3-4 മാസം പെൻഷൻ കൊടുക്കൂല. എന്നിട്ട് ഇതൊന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പെൻഷൻ കൊടുക്കാതെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പെൻഷൻ കൊടുക്കും 3 മാസത്തെ ഒരുമിച്ച്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ വനിതകൾക്ക് പൈസ കൊടുത്തു എന്ന്. ഈ 2 മാസമായിട്ടുള്ളൂ. ഇപ്പൊ കൊണ്ടുവന്ന പദ്ധതി, ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കൊണ്ടുവന്ന വനിതാ ശാക്തീകരണ പദ്ധതി, ആർക്ക് ശാക്തീകരണം ഉണ്ടെങ്കിലും ഞങ്ങൾ എതിരല്ല. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാറ്റുന്നതിനെ അതിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങളല്ല, കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഷമീർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 4000 രൂപ കൊടുത്തു എന്ന്. വേറെ ഇതിനു മുമ്പ് ഒരു മാസം പോലും കുടിശ്ശിക വെക്കാത്ത കഴിഞ്ഞ 10 വർഷക്കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അതായത് ഇവരുടെ ആശയ ദാരിദ്ര്യമാണ് റിഫ്ലക്ട് ചെയ്തല്ല. പെൻഷൻ കൊടുത്ത കാര്യം ഇപ്പോൾ പറഞ്ഞത്, സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം എന്താണ് BJP തൃശ്ശൂർ സീറ്റിന്റെ കാര്യം പറഞ്ഞു, സുനിൽകുമാർ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ വരുന്നതിന് മുമ്പ് മൊബൈലിലെ പത്രസമ്മേളനം നാട്ടികയിലെ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് നടത്തിയ പത്രസമ്മേളനമുണ്ട്. BJP സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി 8 കോടി രൂപ TN പ്രതാപൻ വാങ്ങിയെന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് പത്രസമ്മേളനം നടത്തിയത്. ഇവർ തൃശ്ശൂര് പാലക്കാട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് അർഹത അവർക്ക് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഇവർ ഇത്ര ആശങ്കയോടെ സംസാരിക്കുന്നത്? എന്താണ് തൃശ്ശൂർ സംഭവിച്ചത്? തൃശ്ശൂര് TN പ്രതാപൻ നോമിനേഷൻ കൊടുക്കാനുള്ളതിന്റെ അവിടെ മത്സരിക്കില്ല എന്ന് പറഞ്ഞു നടന്ന TN പ്രതാപൻ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് കെ കരുണാകരന്റെ മകൾ BJPയിലോട്ട് പോയി. BJPയിലോട്ട് പോയപ്പോ അത് തൃശ്ശൂർ മാത്രമല്ല ബാധിക്കുക, അത് സംസ്ഥാനം മൊത്തം ബാധിക്കും. വേറെ നിർവാഹമില്ല. ഇവർ നേരെ കെ കരുണാകരന്റെ മകനെ തൃശ്ശൂർ കൊടുത്ത് പ്ലാൻ ചെയ്തു. അപ്പൊ വടകരയിൽ വേക്കം വന്നു, ഒഴിവ് വന്നു. അവിടെ ഒഴിവ് വന്നപ്പോ BJP ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന പാലക്കാടുള്ള പോലെ ഒരു സീറ്റിൽ നിന്ന് ഷാഫി പറമ്പലിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കേരളം വിചാരിച്ചിരുന്നതാണ് അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാടിന് ഒരു അർത്ഥത്തിലും എത്തിക്കാൻ പാടില്ല. അങ്ങനെ അവർ പാലക്കാട് നിന്ന് ഷാഫി പറമ്പലിനെ കൊണ്ടുപോയി. ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു, ജനപ്രതിനിധിയായി അവതരിപ്പിച്ചു. പാലക്കാടുള്ള സമ്മാനാണെന്ന് പറഞ്ഞു. പാലക്കാടിന് എക്കാലത്തും തല ഉയർത്തി നിൽക്കാമെന്ന് പറഞ്ഞു. 3 മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹം 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായി. നിലവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സിറ്റിംഗ് MLAക്ക് പ്രചരണം നടത്താൻ പറ്റാത്ത അന്തരീക്ഷം. പാലക്കാട്ടെ ജനങ്ങളെ നിരന്തരമായി ഇവർ അപമാനിച്ചു. 2021 തെരഞ്ഞെടുക്കപ്പെട്ട MLA അവിടെ നിന്ന് രാജിവെപ്പിച്ച് വേറെ സ്ഥലത്ത് മത്സരിപ്പിച്ചു. കൊണ്ടുവന്നയാൾ 3 മാസത്തിനകത്ത് ബലാത്സംഗ കേസുകളിൽ പ്രതിയായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ കൊണ്ടുവരുന്നു. അവിടെ എറണാകുളത്ത് നിന്ന് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നു. പാലക്കാട്ടെ ജനങ്ങൾ തങ്ങളെ ഇവർ നിരന്തരമായി അപമാനിക്കുകയാണ് എന്നതിന്റെ പുറത്ത് കോൺഗ്രസിനോടുള്ള അമർഷത്തിന്റെ വോട്ടുകൾ അത് പാലക്കാട്ടുകാരനായ ഒരു മതനിരപേക്ഷ വിശ്വാസിയിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള ഗൗരവമായ രാഷ്ട്രീയം അവിടെ എടുത്തപ്പോഴാണ് ഇവർ മറ്റൊന്നും പറയാനില്ലാതെ, ഒരു കാര്യം പറയാനില്ലാതെ ഡീല് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് VS സുനിൽകുമാറിന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഞങ്ങൾക്കല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ, തൃശ്ശൂരിൽ കാൻഡിഡേറ്റ് ആയിരുന്ന ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന VS സുനിൽകുമാർ പറഞ്ഞ ആരോപണമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇവിടെ അദ്ദേഹം പാലക്കാട് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും പേരിന് വെച്ചു കൊടുത്തതല്ല. ഇടതുപക്ഷ BJPക്കെതിരെ മത്സരിക്കാൻ കഴിയുന്ന UDFന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി, അദ്ദേഹം വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്നു. അദ്ദേഹത്തെ
പോരാട്ടത്തിന് വേണ്ടിയാണ് തൃശ്ശൂരേക്ക് പറഞ്ഞയച്ചത്. അദ്ദേഹം പോരാടാൻ തയ്യാറിപ്പോയതാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് തോറ്റു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ വർഗീയ കക്ഷികൾക്ക് BJPക്ക് വളമിട്ട് കൊടുത്ത ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് തന്നെയാണ്. അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ലോ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞതല്ലേ. ഇന്നെ ഷാഫിയെ പറഞ്ഞത് ഇപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഷാഫിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മത്സരിക്കുമ്പോൾ ഷാഫിയെ കുറിച്ച് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. അവിടെ സ്ക്രീൻഷോട്ട് വരെ ഇറക്കിയില്ലേ കാഫിർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ചർച്ചയിലേക്ക് നമുക്ക് പോയാൽ ഇത് ഈ പൊന്നാനിയിൽ നിന്ന് വിട്ടുപോകും. ഇനി മറ്റൊരു മറുപടി കൂടി പറയാം. പാലക്കാട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു, ആക്ഷേപം വന്നു, അവനെ മാറ്റി നിർത്തി, സീറ്റ് കൊടുത്തിട്ടില്ലേ തവണ. നിങ്ങളുടെ മന്ത്രിക്കെതിരെ ആക്ഷേപം വന്നു, ചാനലുകളിൽ മുഖം വന്നു, വികൃതമായി വന്ന KB ഗണേഷ് കുമാർ ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്. KB ഗണേഷ് കുമാർ LDFന്റെ സ്ഥാനാർത്ഥി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം വന്നപ്പോ ഇവരെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് PK ശശിയുടെ തീവ്രതളക്ക് എന്ന് പറയുന്ന വിഷയം വെച്ചിട്ടാണ്. എന്റെ സമയമാണ്, ഞാൻ പറയുന്നതാണ്, എന്റെ മറുപടിയാണ്. അതിൽ അദ്ദേഹം കയറി ഞാനന്ന് ഒരു സൗകര്യം അനുവദിച്ചു കൊടുത്തതാ. മറുപടി എന്താന്ന് കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പം മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. KB ഗണേഷ് കുമാർ അവിടെ മത്സരിക്കുന്നതിന് മന്ത്രിയായിരുന്നു. കേരളം മൊത്തം ചർച്ച ചെയ്തതാണ്. ഭാര്യയുടെ പരാതി ഉണ്ടായിരുന്നതാണ്. മത്സരിക്കുന്നുണ്ട്. ആരാണ് മുന്നിൽ, ആര് തമ്മിലാണ്, ആരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതില് തൃശ്ശൂര് K മുരളീധരൻ വലിയ പോരാട്ടം നടത്താൻ കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അറിയാം. അദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നു ആ പോരാളി എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ഒരാഴ്ചയാണ് തൃശ്ശൂർ DCC കമ്മിറ്റിയുടെ ഓഫീസ് അടച്ചിട്ടത്. മുരളിയും മുരളിയുടെ അനുയായികളും ചേർന്ന് അവിടുത്തെ DCC പ്രസിഡന്റിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് DCC ഓഫീസിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ ആ DCC ഓഫീസ് ഒരാഴ്ചക്കാലം പൂട്ടിയിട്ടതിന്റെ കഥയാണ് ഈ പോരാട്ടത്തിന്റെ കഥ. കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി കാലുവാരിയതിന്റെ കഥ. ഇനി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് K മുരളീധരൻ പറഞ്ഞ വാർത്താ സമ്മേളനങ്ങൾ ഇവിടെ ഉണ്ട്. തൽക്കാലം VS സുനിൽകുമാറിന് മുമ്പ് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒറ്റ കാര്യം, ഈ പെർമിറ്റ് ഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു എന്നാ പറഞ്ഞത്, വീടിന്റെ പെർമിറ്റ് ഫീസ്. അത് പറയാതെ പോകാൻ വയ്യ. പെർമിറ്റ് ഫീസിന്റെ പുതിയ നിരക്ക് എന്താ? പെർമിറ്റ് ഫീസിന്റെ പുതിയ നിരക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിന് മറുപടി പറയാൻ അവസരം തരണം. ധൈര്യമായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞോളി. പെർമിറ്റ് ഫീസിന്റെ നിരക്ക് പഞ്ചായത്തുകളിൽ 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപ. 300 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റായി? ഏതാണ്ട് 3400ഓളം സ്ക്വയർ ഫീറ്റായി. 3400 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുന്നതിന് ചുരുങ്ങിയത് 90 ലക്ഷം രൂപ ചെലവ് വരും. 90 ലക്ഷം രൂപ വീടിന് പണമിറക്കുന്ന ഒരാൾക്ക് 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 32,000 രൂപയാണ്. ഏറിയ 33,000 രൂപ വാങ്ങണ്ടേ അയാളടുത്ത് വാങ്ങണ്ടേ? ഇനി ആ 33,000-ൽ നിന്ന് നയാക്കാശ്, ചില്ലിക്കാശ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിലേക്ക് പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് ആ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്ലാബ് പറയാം. ഒടുവിലത്തെ സ്ലാബ്, ചെറിയ സ്ലാബ് 81 സ്ക്വയർ മീറ്റർ. 81 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിയാൽ വരുന്നത് 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റിന് 1 സ്ക്വയർ ഫീറ്റിന് 25 രൂപ. അങ്ങനെ കുട്ടി എത്ര വരിക? 2500 റുപ്യ. 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുന്ന മനുഷ്യൻ 16 ലക്ഷം രൂപ ചെലവാക്കുമെങ്കിൽ 2500 രൂപ മാത്രമാണ് പെർമിറ്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ആ കണക്കുണ്ടാക്കിയിട്ട് കബളിപ്പിക്കാൻ നോക്കണ്ട. ആ കണക്കെന്ന് പറയുന്നത് ഇപ്പൊ റിവൈസ് ചെയ്ത കണക്കാ, വർദ്ധിപ്പിച്ച കണക്കല്ല റിയാസ് പറഞ്ഞത്. തിരിച്ചു കൊടുത്തു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴാ തിരിച്ചു കൊടുത്തത്? ലോക്സഭയിൽ വലിയ തോൽവി തോറ്റപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചു കൂട്ടിയ പൈസ കുറക്ക. അല്ലാതെ നിങ്ങള് കേരളത്തിന് മുന്നോട്ട് പോകുക. കേരളത്തിലെ ജനങ്ങൾ അത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്ത് വലിയ പരാജയം കൊടുത്തപ്പോ ഇപ്പോ വർധന ഇല്ല എന്നങ്ങ് സമ്മതിച്ചിരിക്കുന്നു. നിലവിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നങ്ങ് സമ്മതിക്കുന്നു. അതിനൊന്നും മറുപടി പറയണം. ഇപ്പോഴും K-സ്മാർട്ടിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പടച്ച പൈസ തിരിച്ചിട്ട് അപേക്ഷ കൊടുക്കാൻ. അത്ര ആളുകളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ നിൽക്കുന്ന 2 UDF-ന്റെയും LDF-ന്റെയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വക്താക്കളോടാണ് ചോദ്യം. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം 70% പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമാന മാർഗമൊന്നുമില്ല. അതിവിടെ നിലനിൽക്കുന്നത് ലോട്ടറി വിറ്റിട്ടും അതുപോലെ തന്നെ കള്ള് വിറ്റിട്ടൊക്കെയാണ് ഇവിടെ ജീവിച്ചു പോണത്. ഇവിടെ 5 ലക്ഷം കോടിയോളം ഇവിടെ കടബാധ്യതകൾ മാറി മാറി വരുന്ന ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
തുടർന്ന് ഇവിടുത്തെ തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥ, ഇവിടെ ഒരു സംരംഭകർക്ക് ഇവിടെ ഒരു സ്വാധീനം ഇല്ലാത്ത ഒരു അവസ്ഥ, ഇവിടെ ഒരു വളർച്ച നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസന പദ്ധതി എന്ന് പറയാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യവും മുന്നോട്ടില്ലാതെ ഇവിടുത്തെ പ്രവാസികളാണ് ഇവിടുത്തെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു സ്രോതസ് ഇവിടേക്ക് എത്തിക്കുന്നത്. അതിപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ അതിൻ്റെ അവസ്ഥ ഏകദേശം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ സ്റ്റേറ്റിൻ്റെ പൊതുകടം 6 ലക്ഷം കോടിയാണ്. ഞാനും നിങ്ങളും ഒക്കെ അടക്കമുള്ള ആൾക്കാർ 6 ലക്ഷം കോടിയുടെ കടത്തിൻ്റെ ഉത്തരവാദികളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എത്ര മടങ്ങ് കേരളത്തിൻ്റെ കടം കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ സർക്കാരിൻ്റെ ദുർവ്യയം മനസ്സിലാവും. ഈ സംസ്ഥാനത്ത് വരുമാനം കൂട്ടണമെങ്കിൽ ഇതൊരു മാനുഫാക്ചറിങ് സ്റ്റേറ്റ് അല്ല, നമ്മളധികം ഉപഭോക്തൃ സ്റ്റേറ്റാണ്. ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന നിർമ്മാണങ്ങളുള്ള പദ്ധതികൾ വരണം. ഇവിടെ നിർമ്മാണത്തിൻ്റെ പദ്ധതിയുമായി വരുന്നവരെ ആട്ടി ഓടിക്കുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടായാൽ അങ്ങനെ വരൂ. ആപ്പിള് ഇവിടെ നിർമ്മാണ ഫാക്ടറിയുമായി വന്നപ്പോൾ അതിന് മതിയായ സൗകര്യങ്ങൾ ഉണ്ടായില്ല, അവരടുത്ത സ്റ്റേറ്റിൽ പോയി. അതുപോലെ ഈ സംസ്ഥാനത്ത് വരുന്ന ഈ ഇത്തരം വൻകിട നിർമ്മാണ കമ്പനികളെയും തൊഴിലവസരങ്ങളും നൽകുന്ന തൊഴിൽ ദാതാക്കളെയും ഒക്കെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ എങ്ങനെയാണ് നമ്മുടെ വരുമാനം കൂടുക? അപ്പോൾ അത്തരത്തിൽ വരുമാനം കൂടണമെങ്കിൽ ഭാവനാശാലികളായ ഭരണകർത്താക്കൾ ഉണ്ടാവണം. കൊച്ചിൻ മെട്രോ പോലെ, കൊച്ചിൻ എയർപോർട്ട് പോലെ, കണ്ണൂർ എയർപോർട്ട് പോലെ അത്തരത്തിൽ വൻകിട പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്ന, അത്തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ചൂണ്ടുവലകളാകാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ വരുന്ന UDFിൻ്റെ തുടർച്ച ഈ തവണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലം കഴിയുമെന്നുള്ളത് പ്രത്യാശിക്കാം. NDAയുടെ നേതാവ് കിറ്റക്സിന്റെ മുതലാളിയുടെ വർത്താനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. നിലവിൽ BJPയുടെ മുന്നണിയുടെ കൂടെ നിന്ന് മത്സരിക്കുന്ന കിറ്റക്സ് മുതലാളി, സാബു മുതലാളി രാഷ്ട്രീയമായി അവിടുത്തെ ഇടതുപക്ഷ MLAയോടുള്ള എതിർപ്പിന്റെ ഭാഗമായി അവിടെ പോയതിന്റെ ആ വർത്താനാണ് അദ്ദേഹം പറയുന്നത്. NDA നേതാവിന്റെ വർത്താനാണ് ഇവിടെ. അത് അദ്ദേഹത്തിന് തോന്നിയതാണ് സാബു ആണെന്നുള്ളത്. ആരാണ് ഈ സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയുടെ ഭാഗമായി നിൽക്കുന്ന ഞാനോ ഷമീറോ അല്ല. രാജ്യത്ത് അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. വ്യവസായ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ വാണിജ്യ വകുപ്പിന് ഒരു റാങ്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ട ഷമീർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഇത് LDFന്റെയോ CPIMന്റെയോ പോളിറ്റ് ബ്യൂറോ ഇറക്കിയിട്ടുള്ള റാങ്കിംഗ് ലിസ്റ്റ് അല്ല. രാജ്യത്തെ വ്യവസായ വകുപ്പ് BJP ഭരിക്കുന്ന ഗവൺമെന്റിന് പോലും കേരളം നടത്തിയിട്ടുള്ള ഈ മുന്നേറ്റത്തെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വസ്തുതകൾ വെച്ച്, ഡാറ്റകൾ വെച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങേയറ്റത്തെ ആശയദാരിദ്ര്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. അല്ല, അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നീട് എതിർത്തിട്ടില്ലല്ലോ. 5,60,000 കടണ്ടെന്നാ പറയുന്നത്. ഇവിടെ ഒരു സുഹൃത്തും സംസാരിച്ചു. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടത്തിന്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഗൗരവതരമായി പരിശോധിക്കണം. 1,90,000 കോടിയുടെ ബഡ്ജറ്റ് കേരളത്തിന് ഉണ്ടാകുമ്പോൾ അതിലേക്ക് വരേണ്ട കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ചരിത്രത്തിൽ ഇതമില്ലാത്ത വിധം കുറച്ചതിന്റെ വസ്തുതകളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ഈ ഇത്രയേറെ പ്രയാസങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, 100 രൂപ ഒരു സംസ്ഥാനത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 3 രൂപ 50 പൈസ കിട്ടിയിരുന്ന കേരളത്തെ കേന്ദ്രത്തിന്റെ വിഹിതത്തിൽ നിന്ന് 1 പൈസയാക്കി കുറച്ചതിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? അതുമൂലം ഏതാണ്ട് 30,000-ഓളം കോടി കേരളത്തിന്റെ ആനുവൽ ബഡ്ജറ്റിൽ വരുമാനം കുറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ ശമ്പളം മുടങ്ങുകയോ ക്ഷേമ പെൻഷൻ മുടങ്ങുകയോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത്രയേറെ പ്രതിസന്ധി ഉള്ളപ്പോഴും നല്ല രീതിയിൽ ധനകാര്യ മാനേജ്മെന്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ കടം കേരളത്തിന്റെ GSDPക്ക് താഴെ 3% താഴെ കൃത്യമായി നിലനിർത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കൊന്ന് ചോദിക്കാനുള്ള രണ്ടാമതെയാണ്. പക്ഷേ ഞാൻ ഒരു പ്രവാസിയാണ് 40 കൊല്ലമായിട്ട്. ഈ 10 കൊല്ലത്തെ പിണറായി ഭരണം കൊണ്ട് പ്രവാസി പെൻഷൻ, നോർക്ക ഇതെല്ലാം പ്രവാസി പെൻഷൻ എല്ലാവരും കിട്ടിത്തുടങ്ങി. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് എന്ത് കിട്ടുമെന്നുള്ളത് ഒന്ന് പറയാമോ? പ്രവാസികൾ കേരളത്തിൻ്റെ മെയിൻ സാമ്പത്തിക സ്രോതസ്സും കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് അതിലൂടെ പറഞ്ഞു തന്നാൽ വലിയ പറയാം. പ്രവാസിയുടെ പൈസ കിട്ടിയത് പിണറായി വന്നതുകൊണ്ടല്ല, നിങ്ങൾക്ക് 60 വയസ്സായതുകൊണ്ടാണ്.
അത് ആ സ്കീമിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. 60 വയസ്സ് വരെ പൈസ അടക്കണം, 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. നിങ്ങൾക്ക് 60 വയസ്സായത് പിണറായി വന്നപ്പോഴാണ്, അതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ കിട്ടി. നാളെ UDF ഭരിക്കുമ്പോൾ 60 വയസ്സാവുന്നവർക്ക് അപ്പോൾ പെൻഷൻ കിട്ടും. അത് കാലാനുസൃതമായി. ഒരു കാര്യത്തിൽ ഒറ്റ അഭിപ്രായം മാത്രമാണ്, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. അതിലൊരു തർക്കവുമില്ല. ആ ഒരു സമൂഹത്തെ അവരുടെ ആയകാലത്ത് ജീവിതകാലത്ത് ഈ നാട്ടിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നവർ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവർക്ക് മതിയായ രൂപത്തിലുള്ള അവർക്ക് ഇത്തരത്തിൽ പെൻഷൻ സ്കീമുകളിലുള്ള ആളുകൾക്ക് അവർക്ക് കാലാനുസൃതമായി അതിൽ വർധനവുണ്ടാകണം. 3500 രൂപ കിട്ടുന്നത് 5000 ആക്കുമെന്ന് UDF പറയുന്നുണ്ട്. നിങ്ങൾ, ഞാനത് കൂട്ടത്തിൽ പറയട്ടെ, എന്താണ് UDF ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 25 ലക്ഷം രൂപ ഈ നാട്ടിലെ പാവങ്ങളായ ജനങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ കൊടുക്കുമെന്ന് സമയമായിരിക്കും. നമ്മൾ ഇനി അവസാനത്തെ ലേപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എന്താണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വളരെ ചുരുക്കി പറയാം, നമുക്ക് അതോടുകൂടി അവസാനിപ്പിക്കാം. രണ്ടുപേരും ഒറ്റ കാര്യമാണ് പറയാനുള്ളത് പൊന്നാനിയുടെ വോട്ടർമാരോട്. കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് വികസനത്തിന്റെ രംഗത്ത് ഏറെ പിന്നോക്കം പോയ ഒരു നാടാണ് പൊന്നാനി. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. കടൽ ഭിത്തിയാണെങ്കിലും തീരദേശത്തെ കുടിവെള്ള പ്രശ്നമാണെങ്കിലും ഭൂമി കടലെടുക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ കോൾ നിലങ്ങളിലെ കർഷകരുടെ പ്രയാസങ്ങളാണെങ്കിലും അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകണം. ഭാവനാസമ്പന്നമായ നല്ല മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാകാൻ കഴിയണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന ചില വികസന സ്വപ്നങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ കോൾനിലങ്ങൾ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയാണ്. ആ 100 അടി തോട് വികസിപ്പിച്ച് അതൊരു ജലപാതയാക്കിയാൽ കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഡെസ്റ്റിനേഷനാക്കി അതിനെ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ കർമ്മ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ ഹൈദരാബാദിലെ നെക്ലസ് റോഡിനെ പോലെ അതല്ലെങ്കിൽ മുംബൈയിലെ മറൈൻ ഡ്രൈവിനെ പോലെ ഏറ്റവും മനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി പൊന്നാനിയെ മാറ്റാൻ കഴിയും. പൊന്നാനിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുമെന്നുള്ളത് ഞങ്ങളുടെ വാക്കാണ്. മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പൊന്നാനിയിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വന്നാൽ, ഞങ്ങളുടെ MLA വന്നാൽ ഇവിടെ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരും. അതിന് പൊന്നാനി MES കോളേജ് ഞങ്ങൾക്കൊരു തടസ്സമായിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ സ്പോർട്സ് രംഗത്തുള്ളവരുടെ അഭിരുചികൾ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്പോർട്സ് അക്കാദമി കൊണ്ടുവരുമെന്ന് ഞങ്ങളുടെ MLA മുന്നോട്ട് വെക്കുന്നതാണ്. ഈ നേരത്തെ സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേഡിയങ്ങൾ പറഞ്ഞു. ആ നിലവിൽ ആ തരത്തിൽ മതി പൊന്നാനിയിലെ സ്റ്റേഡിയങ്ങൾ എന്നാണ് അവരുടെ വിചാരമെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. അതിനേക്കാളും നിലവാരമുള്ള ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ പൊന്നാനിക്ക് വേണം. പൊന്നാനിയിലെ ജനങ്ങൾ പരിമിതമായ സ്വപ്നങ്ങൾ കാണേണ്ടവരല്ല. അവരെ ഏറ്റവും ഉന്നതമായ സൗകര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെയും മറ്റു അസംബ്ലി മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് കിട്ടുന്ന അതേ സൗകര്യങ്ങൾ കിട്ടേണ്ടവരാണ്. അതുകൊണ്ട് ഇത്തവണ ഉള്ള ആ ചെറിയ സ്റ്റേഡിയങ്ങൾ പോരാ, ഏറ്റവും മികച്ച ഇന്റർനാഷണൽ സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങൾ പൊന്നാനിയിൽ വരും. നമ്മുടെ വികസനങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള വികസനങ്ങൾ വരും. ആ പ്രദേശത്ത് ഈ തീരദേശത്തെ തൊഴിലാളികളെ ആട്ടി ഓടിപ്പിച്ചോ അവരുടെ മണ്ണേറ്റെടുത്തോ അവരുടെ തൊഴിലിടങ്ങൾ ഇല്ലാതെയാക്കിയുള്ള വികസനങ്ങൾ ഉണ്ടാകില്ല. പകരം അവിടെ വികസനങ്ങൾ വരുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പ്രാമുഖ്യം കിട്ടുന്ന, അവർക്ക് ജോലിയിൽ പ്രാമുഖ്യം കിട്ടുന്ന, അവർക്ക് റിസർവേഷൻ ലഭിക്കുന്ന ഒരു വികസനമാണ് ഞങ്ങൾ കാണുന്ന സ്വപ്നം. എന്താണ് LDFന് ജനങ്ങളുടെ ഇവിടെ ഇന്റർനാഷണൽ സ്റ്റേഡിയം MLA ആയ മറ്റേ UDFന്റെ സ്ഥാനാർത്ഥി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യത്തിൽ ചോദിക്കാനുള്ളത്, ബഹുമാനായിട്ടുള്ള ഷമീർ മുസ്ലിം ലീഗിൻ്റെ ഘടകത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. വേങ്ങരയിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടോ? ചോദ്യങ്ങളില്ല. അല്ല ഞാൻ പറയണം. അല്ല, വേങ്ങരയിലും ഈ സ്ഥാനാർത്ഥി കടന്നു വരുന്ന ഏറനാട് നിയോജക മണ്ഡലത്തിലും അവിടെ ദശകങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് MLA-മാരോട് ചോദിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാത്ത ഒരാൾ ഇവിടെ പൊന്നാനിയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഞാൻ പറയുന്നത് 20 വർഷക്കാലം കൊണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വികസനത്തിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അധ്യായങ്ങൾ ഇവിടെ സൃഷ്ടിച്ച ഈ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പറഞ്ഞു, BM റെഗുലേറ്റർ കം ബ്രിഡ്ജ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന വെളിയങ്കോട് ലോ കം ബ്രിഡ്ജ് 90% പൂർത്തിയായി. ഒളമ്പക്കടവ് പാലം, തുറുവാണം പാലം, ആളം പാലം, സ്രായിക്കടവ് പാലം, കുണ്ടുകടവിലെ പുതിയ പാലം, അങ്ങനെ തുടങ്ങി അനേകം പാലങ്ങളാൽ ഈ നാടിനെ കണക്ട് ചെയ്യുന്നത് യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെന്റ്. നേരത്തെ പറഞ്ഞല്ലോ, വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലൂടെ ആയിരക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള സർക്കാർ സൗജന്യ സംവിധാനം ഒരുക്കിയ ഒരു ഗവൺമെന്റ്. താലൂക്ക് ആശുപത്രിയിൽ 12.5 കോടി ചെലവഴിച്ചുകൊണ്ട് പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റ്. അതുപോലെ തന്നെ
ഫിഷിംഗ് ഹാർബർ രംഗത്ത് ഏതാണ്ട് 24 കോടിയോളം ചെലവഴിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുപോലെ തന്നെ 600 കോടി രൂപ 4000 കോടിയിൽ സമ്പൂർണ്ണ തീര സംരക്ഷണത്തിന് വേണ്ടി 600 കോടിയോളം രൂപ പൊന്നാനിക്ക് വേണ്ടി നേടിയെടുത്തിട്ടുള്ള LDF, ആ LDFനെയാണ് വെറും ബണ്ടായിരുന്ന ആ കർമ്മ റോഡ് അല്ലെങ്കിൽ നിളയോര പാത വെറും ബണ്ട് മാത്രമായിരുന്ന, ചെറിയ കുട്ടികൾക്കൊന്നും അറിഞ്ഞോളുന്നില്ല, വെറും നടന്നു പോകുന്ന ബണ്ട് മാത്രമായിരുന്നതിനെ 10 കോടി റബ്ബറൈസ് ചെയ്ത് 6 കിലോമീറ്ററോളം ഈ രീതിയിൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പുഴയോര പാത നിർമ്മിച്ച് അതിനെ കനോലി കനാലിന് മുകളിൽ ആ പാതയും ഫിഷിംഗ് ഹാർബറുമായി 38 കോടി രൂപ ചെലവഴിച്ച് പാലമുണ്ടാക്കിയ വികസനത്തിന്റെ സമാനതകളില്ലാത്ത ചരിത്രം സൃഷ്ടിച്ചവരോടാണ് ഈ വന്ന് ട്യൂഷൻ എടുക്കുന്നത്. അവരെയൊക്കെ പൊന്നാനി വിലയിരുത്തുമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ നിലവിലെ പൊന്നാനിക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള നുണയും പണവും എറിഞ്ഞുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പൊന്നാനിക്കാർ തള്ളിക്കളയും എന്നാണ് പറയാനുള്ളത്. വളരെ നല്ല ചർച്ചയാണ് നടന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് ഒരു കാര്യമുണ്ട്, അത് ഒരിക്കലും അവസാനിക്കില്ല. അതിനിപ്പോൾ 9-ാം തീയതിയാണ് നമ്മളെ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം 5-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരും. പക്ഷേ അപ്പോഴൊന്നും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അവസാനിക്കില്ല. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ഈ നാട്ടുപോരയുടെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി മറ്റൊരു മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.